ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് നമ്മൾ ഈ ഒരു യൂട്യൂബ് സെഷൻ ചെയ്യുന്നത് CMA ഇൻ്റർ ഓഡിറ്റിങ്ങിന് ഇനിയുള്ള അറ്റംപ്റ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് CMA ഇൻ്റർ ഓഡിറ്റിനെ പറ്റിയിട്ട് ഒരു ഇൻസൈറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. സോ ടുഡേ വി ഹാവ് പ്ലാൻഡ് എ ബ്രിഡ്ജ് കോഴ്സ് ഓൺ CMA ഇൻ്റർ ഓഡിറ്റിംഗ് പേപ്പർ. മൈസെൽഫ് CA Intezar Nazar, auditing faculty for CA CMA Inter and Final levels at Triple I. Okay, so let's start the session. So തുടക്കത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഓഡിറ്റിംഗ് പേപ്പർ CMA ഇൻ്ററിലേക്ക് വരുന്ന സമയത്ത് 50 മാർക്സിനാണ് ചോദിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി സ്കോറിംഗ് പേപ്പർ. അക്കൗണ്ട്സിൻ്റെ കൂടെ ഒരു 50 മാർക്സ് ആയിട്ടാണ് ഗ്രൂപ്പ് 2ൻ്റെ അകത്ത് CMA ഇൻ്ററിൽ ഓഡിറ്റ് പേപ്പർ നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് CMA ഇൻ്ററിൻ്റെ ഓഡിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് കോസ്റ്റ് ഓഡിറ്റിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നൊക്കെ നമുക്ക് വരുന്ന സെഷനിൽ അല്ലെങ്കിൽ ഈ കമ്മിങ് സ്ലൈഡ്സിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നമുക്ക് നേരെ സെഷനിലേക്ക് വരാം. ഫൈൻ. സോ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണുമ്പോൾ യു ക്യാൻ ആക്ച്വലി ഇറ്റ്സ് എ റിസോർട്ട്, ഇറ്റ്സ് എ ബീച്ച് റിസോർട്ട്. സോ ഇങ്ങനെ ഒരു ബീച്ച് റിസോർട്ടിൽ സപ്പോസ് there is no business happening because it's off season, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റീസൺസ്, മേ ബി ലൊക്കേഷൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പല റീസൺസും ഉണ്ട്. സപ്പോസ് ഇങ്ങനെ ഒരു ബീച്ച് റിസോർട്ടിൽ ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് മാനേജ്മെൻറ്റ് ഈസ് ട്രൈങ് ടു ബ്രിങ് ഇൻ ന്യൂ മാനേജേഴ്സ്, ബട്ട് ആർക്കും സെയിൽസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല, ബിസിനസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സപ്പോസ് ഇവിടത്തേക്കൊരു പുതിയൊരു മാനേജർ വരികയാണ്. ഈ മാനേജർ വന്നതിന് ശേഷം പിന്നെ കമ്പനി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഇൻക്രീസ് വരികയാണ് ഇതിൽ, സെയിൽസിൻ്റെ അകത്ത്. ആൻഡ് സെയിൽസ് വല്ലാതെ കൂടുന്ന കണ്ടപ്പോൾ മാനേജ്മെൻറ്റ് വളരെ ഹാപ്പി ആവാണ്. സപ്പോസ് ഇതൊരു ഫാർ ഡിസ്റ്റൻസ് ലൊക്കേഷനിലാണ്, ഇറ്റ്സ് എൻ ഐലൻഡ് പ്ലേസ്, സംതിങ് ലൈക്ക് ദാറ്റ്. സോ നല്ല ബിസിനസ് വന്ന സമയത്ത് ഇറ്റ് സീംസ് ലൈക്ക് മാനേജ്മെൻറ്റ് ഈസ് വെരി ഹാപ്പി. ആൻഡ് ആക്ച്വലി ബുക്കിങ്സ് വരുന്നുണ്ട്, ബാങ്കിലേക്ക് പൈസ വരുന്നുണ്ട്, ആൻഡ് ഓൺലൈൻ ബുക്കിങ്സ് ഒക്കെ നല്ലോണം കൂടിയിട്ടുണ്ട്. സോ മാനേജ്മെൻറ്റ് ഈസ് കൈൻഡ് ഓഫ് വെരി ഹാപ്പി വിത്ത് ദ ന്യൂ മാനേജർ ആൻഡ് ദ ബിസിനസ്, ഹൗ ബിസിനസ് ഈസ് ഗോയിങ് ആഫ്റ്റർ അപ്പോയിൻറ്റിങ് ദ ന്യൂ മാനേജർ. ബട്ട് വൺ ഫൈൻ ഡേ മാനേജ്മെൻറ്റ് പറയുകയാണ്, ഇപ്പം നിങ്ങൾ ഞങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതല്ലേ, അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ട് മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരാൻ വേണ്ടി ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇവർ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു 2 days മുന്നേ ഇവിടെ ഒരു ഫയർ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഫയർ ഇൻസിഡൻറ്റ് നടക്കുകയാണ്. അതിൽ ഇവിടെയുള്ള കുറേ ഫിക്സ്ഡ് അസറ്റ്സ് നഷ്ടപ്പെടുന്നു. അപ്പോൾ എനിവേ അതൊക്കെ എന്തായിട്ടുണ്ടാവും, ഇൻഷുർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനി അതിനുള്ള പൈസ കൊടുത്തേക്കാം. പക്ഷേ അവിടെയാണ് നമ്മൾ ഈ ഓഡിറ്റ് പഠിക്കുന്നതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നത്. അവിടെ സോ കോൾഡ് ഫോറൻസിക് ഓഡിറ്റേഴ്സ് വരും. അവർ വന്നിട്ട് ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഇത് വോളണ്ടറി ആയിട്ട് ഒരാൾ ചെയ്ത ഒരു ആക്റ്റാണോ, അതുപോലെ തന്നെ എത്രയാണ് ഇവിടെ വന്നിരിക്കുന്ന നാശനഷ്ടങ്ങൾ ഇതിൻ്റെ കണക്കുകളൊക്കെ ഓഡിറ്റേഴ്സ് വന്നിട്ട് എടുക്കും. അപ്പോൾ ആ സമയത്താണ് മനസ്സിലാകുന്നത് ആക്ച്വലി ഈ ഹോട്ടലിൽ ബിസിനസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഹോട്ടലിലുള്ള ബിസിനസ് വളരെ ഡൾ തന്നെയായിരുന്നു. ഈവൻ പുതിയ മാനേജർ വന്നപ്പോൾ അവിടെ ബിസിനസ് ഉണ്ടായില്ല. അപ്പോൾ പുതിയ മാനേജർ എന്താ ചെയ്യുന്നറിയോ, വാട്ട് ഹി ഡിഡ് ഇസ്, ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറച്ച് ഫിക്സ്ഡ് അസറ്റ്സും കാര്യങ്ങളും, അവിടെയുള്ള ഈ വില കൂടിയ പിന്നെ ടേബിൾസ് അല്ലെങ്കിൽ ബെഡ്, അതുപോലെ റൂമിൽ വെച്ചിരിക്കുന്ന അൾമാറാസൊക്കെ ഇയാൾ എന്ത് ചെയ്യും, സെയിൽ ചെയ്യും. ഇത് സെയിൽ ചെയ്തിട്ട് ഇയാൾക്ക് ഒരു പൈസ കിട്ടൂലേ, ആ പൈസ വെച്ചിട്ട് ഇയാൾ തന്നെ സപ്പോസ് ഇത് സെല് ചെയ്യുന്നു, ഒരു ദിവസം ഇയാൾ സെല് ചെയ്യുന്നു, ഈസ് ഗെറ്റിംഗ് 2 lakh rupees. ഈ 2 lakh rupeesൽ ഒരു 80,000 rupeesന് ഇയാൾ തന്നെ വേറൊരു ID ഉപയോഗിച്ചിട്ട് റൂം ബുക്ക് ചെയ്തായിട്ട് കാണിക്കും. അപ്പോൾ റെക്കോർഡ്സിൽ എന്താ കാണുക, ഇവിടെ കുറേ സെയിൽസ് നടന്നിട്ടുണ്ടെന്ന് കാണും. അവിടെ ഫിക്സ്ഡ് അസറ്റ് എന്താകുന്നുണ്ട്, റെഡ്യൂസ് ആയി വരുന്നുണ്ട്. അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ ഇയാൾ പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അയാളുടെ കൂടെ തന്നെ വരുത്തിക്കും. അപ്പോൾ ഇവിടെ വരാത്ത മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡെയിലി ഇവിടെയുള്ള ഓപ്പറേഷനെ പറ്റി അറിയാത്ത ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, സ്പെസിഫിക്കലി സ്പീക്കിംഗ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഓണേഴ്സിനെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന നേരം അവിടെ ബിസിനസ് ഉണ്ട്. ഈ മാനേജറെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, മാനേജ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അയാൾ ഇങ്ങനെ ഒരു ഫ്രോഡ് ചെയ്തു. അപ്പോൾ ഈ ഓണേഴ്സ് ഇവിടെ ഒരു ദിവസം വിസിറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളും അവിടെയുള്ള എംപ്ലോയീസും കൂടെ ഈ ഹോട്ടലിന് തീടുക. സോ ദാറ്റ് പിന്നെ ഈ പൈസ എവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു,
ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇൻഷുറൻസ് കമ്പനി അപ്പോയിൻറ്റ് ചെയ്ത ഓഡിറ്റേഴ്സ്, ഇറ്റ് വിൽ ബി എ ടീം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കോസ്റ്റ് അക്കൗണ്ടൻസ് എക്സെട്ര. അവർ വന്നിട്ട് എന്ത് നോക്കി, ഇവിടെയുള്ള കത്തിക്കരിഞ്ഞ ഫിക്സ്ഡ് അസറ്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ അവശിഷ്ടം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹൈ എൻഡ് റിസോർട്ടിൽ വേണ്ട ക്വാളിറ്റിയുള്ള ഫേർണിച്ചേഴ്സ് അല്ല കത്തിയിരിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും അവർ ക്രോസ് ചെക്ക് ചെയ്ത സമയത്ത് അവർക്ക് മനസ്സിലായി ഈ മാനേജർ എന്ത് ചെയ്തതാണ്, ഈ ഓണേഴ്സിനെ കബളിപ്പിക്കുകയായിരുന്നു. ഹിയർ കംസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റിംഗ്. അപ്പോൾ നമ്മൾക്ക് ഫണ്ട് കിട്ടുന്നുണ്ട് എന്നതുകൊണ്ട്, നമ്മൾക്ക് കുറേ സെയിൽസ് വന്നിട്ടുണ്ട് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം കമ്പനിയിൽ ഒരു ഫ്രോഡും നടക്കുന്നില്ല, കമ്പനിയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറാണ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അവിടെ അഡീഷണലായിട്ട് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസത്തോടു കൂടി ഓഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽസിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. ആ പ്രൊഫഷണൽസ് എന്തൊക്കെയാണ് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ചെയ്യേണ്ടത്, ഇനി അതല്ല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിങ്ങിനും ഒപ്പീനിയൻ പറയാനൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മളുടെ പ്രൊഫഷനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു പേപ്പറാണ് ഈ ഡീൽ ചെയ്യുന്ന പേപ്പറായ ഓഡിറ്റിംഗ്. ഇനി CMA കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് CMA ഇന്ററിൽ ഇതൊരു 50 മാർക്സ് പേപ്പറായിട്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കൂടിയാണ് പഠിക്കാനുള്ളത്. പക്ഷേ CMA ഫൈനലിലേക്ക് പോകുമ്പോൾ ഇവിടെ 100 മാർക്സ് ആണ് ഈ ഒരു സബ്ജക്റ്റ് ഡീൽ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ പ്രോപ്പർ ബേസ് ഉണ്ടാക്കിയതിനു ശേഷമാണ് ഫൈനലിലേക്ക് പോകേണ്ടത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കേസ് സ്റ്റഡി. എനി ഡൗട്ട് യു ക്യാൻ കമന്റ്. ഫൈൻ, ഗുഡ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ്. മൂവിങ് ഓൺ. നമുക്ക് ഈ ഒരു പേപ്പറിൽ മേജറായിട്ട് പഠിക്കാനുള്ള 3 കാര്യങ്ങളാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഓഡിറ്റിംഗ്. സോ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഓഡിറ്റിങ്ങിൻ്റെ അകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ദേ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ഫ്യൂ ചാപ്റ്റേഴ്സ്. ആക്ച്വലി ഇപ്പോൾ വളരെ റീസെൻ്റ് അല്ലെങ്കിൽ പോലും റീസെൻ്റ് ആയിട്ടൊരു സിലബസ് ചേഞ്ച് വന്നിട്ടുണ്ടായി. ആ സിലബസ് ചേഞ്ചിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ ഓഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഓൺ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഓഡിറ്റ് റിസ്ക്, അതുപോലെ തന്നെ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ, ഓഡിറ്റ് എവിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസ് ലെവലിലുള്ള കോൺസെപ്റ്റാണ് നമ്മൾ യൂണിറ്റ് 1 ആയ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഓഡിറ്റിങ്ങിൽ ഡീൽ ചെയ്യുക. വളരെ സിമ്പിളായ ഏരിയാസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ക്ലാസ്സിൽ നിന്ന് പഠിക്കാം. അത് കൂടാതെ ഞാൻ ക്ലാസ്സിൽ അഗ്രസീവായിട്ട് നിങ്ങൾക്ക് നോട്ട് തരും. ആ നോട്ടും ക്ലാസ്സും ഉണ്ടെങ്കിൽ തന്നെ ഈ 50ൽ 40 to 45 മാർക്സ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ്സ് എ സ്കോറിംഗ് പേപ്പർ, ഐ എം റിപ്പീറ്റിംഗ്. സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് അവർ പറയുന്നത് കമ്പനീസ് ആക്ട്, കോസ്റ്റ് ഓഡിറ്റ്, സെക്രട്ടേറിയൽ ഓഡിറ്റ്, ഓഡിറ്റ് റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ കമ്പനീസ് ആക്ടിൽ അല്ലെങ്കിൽ കമ്പനി ഓഡിറ്റിൽ നമുക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് എല്ലാ കമ്പനിയും ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ. അതിൽ തന്നെ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്, എംപ്ലോയ്മെൻറ്റിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്, ഡിഗ്രി ആയിട്ട് CA വെച്ചിരിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്. ഇതിൽ ആരെയാണ് ഒരു കമ്പനി ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? അറിയുന്നവർ കമൻറ്റ് ചെയ്തോ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിൽ പഠിക്കും? കമ്പനീസ് ആക്ടിൽ പഠിക്കും. സെക്ഷൻ 139 മുതൽ സെക്ഷൻ 147 വരെയുള്ള സെക്ഷൻസ് ആണ്. ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ വൈസ് ആയിട്ടും അതിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ കോസ്റ്റ് ഓഡിറ്റിൽ നമുക്ക് സെക്ഷൻ 148 ആണ് പഠിക്കാനുള്ളത്. അതാണ് പ്രാക്ടിക്കലി ചോദിക്കുകയാണെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ റോള് കൂടുതലും വരുന്നത് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. അവിടെ റെഗുലേറ്റഡ് ഇൻഡസ്ട്രീസും നോൺ റെഗുലേറ്റഡ് ഇൻഡസ്ട്രീസും ഫോം നമ്പേഴ്സായ CRA എന്ന് പറയുന്ന ഫോം നമ്പേഴ്സൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ തന്നെ റെമ്യൂണറേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതൽ ടൈം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായ ടോപ്പിക്സ് ആണ്. നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് ചെയ്യാം. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നെന്ന് മാത്രം. ഫൈൻ. അപ്പാർട്ട് ഫ്രം ദാറ്റ് സെക്രട്ടറിയൽ ഓഡിറ്റ് എന്നുണ്ട്. അത് നമുക്ക് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കമ്പനി സെക്രട്ടറീസ് ചെയ്യുന്ന ഓഡിറ്റാണ്. 204 പറയുന്ന കമ്പനി സെക്രട്ടറീസിൻ്റെ ഓഡിറ്റാണ് സെക്രട്ടറിയൽ ഓഡിറ്റ്. അതിൽ ആക്ച്വലി MR3 എന്ന് പറയുന്ന ഒരു ഫോമും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആപ്ലിക്കബിലിറ്റി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മൾ CS-കാർക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൂ. നമുക്ക് അതിനെപ്പറ്റി ആ ഒരു ഫോം നമ്പർ മാത്രമാണ് ഉള്ളൂ. ഒരു ഫോം നമ്പർ മാത്രമേ പഠിക്കാനുള്ളൂ, MR3 എന്ന് പറയുന്നൊരു ഫോം നമ്പർ. അതാണ് ഇവർ MCQയിലൊക്കെ ചോദിക്കാറ്. ഒരു MCQവിന് ആൻസർ എഴുതിയാൽ 2 മാർക്ക് കിട്ടുന്നതാണ്. വളരെ സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്തൊക്കെയാണ്? ഓഡിറ്റ് റിപ്പോർട്ട് ലൈക്ക് ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഉണ്ട്, അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ ഉണ്ട്, ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ഉണ്ട്, അഡ്വേഴ്സ് ഒപ്പീനിയൻ ഉണ്ട്.
ഓഡിറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്സിനെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് പിന്നെ അതിൽ വരുന്നത്. ആൻഡ് മിസ്ലീനിയസ് ആയിട്ട് NFRA പോലുള്ള ടോപ്പിക്സുകൾ നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് യൂണിറ്റ് കുറേ കൂടെ നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ കൺസെപ്റ്റുകളാണ് പഠിക്കുന്നതെങ്കിൽ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അതൊരു കമ്പനീസ് ആക്റ്റിൽ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കമ്പനി ഓഡിറ്റിൽ അപ്ലൈ ചെയ്യേണ്ടത്. സിമിലർലി ഇതെങ്ങനെയാണ് ഒരു കോസ്റ്റ് ഓഡിറ്റിലേക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്, സെക്രട്ടറിയൽ ഓഡിറ്റിൽ എങ്ങനെയാണ് ഇതിൻ്റെ അപ്ലിക്കബിലിറ്റി, ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കുക. ആൻഡ് തേർഡിലേക്ക് വരുന്ന സമയത്ത് സ്പെഷ്യൽ ഓഡിറ്റ്സ് ആണ്. വളരെ സിമ്പിളായ സെഗ്മെൻ്റ് ആണ്. അതിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും സിനിമ ഹാൾസിൻ്റെയും കോർപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെയും ഒക്കെ ഓഡിറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ സിനിമ ഹാളിൻ്റെ ഓഡിറ്റിനെ പറ്റി ഇപ്പം തന്നെ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ, ഒരു സിനിമ ഹാളിൻ്റെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് സിനിമ ഹാളിൽ വരുന്ന ഇൻകം, യു ക്യാൻ കമൻറ്റ് വാട്ട് ആർ ദ ഇൻകം ഇൻ കേസ് ഓഫ് സിനിമ ഹാൾ. ഒബ്വിയസ്ലി യെസ്, സിനിമ ടിക്കറ്റ്സ് ഉണ്ട്. അത് അവിടെ വന്ന് ക്യാഷ് കൊടുത്ത് അല്ലെ ഗൂഗിൾ പേ ചെയ്ത് മേടിക്കുന്ന ഫിസിക്കൽ ടിക്കറ്റ്സ് ഉണ്ടാവാം. അത് മാത്രമല്ലാതെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ടിക്കറ്റ്സ് ഉണ്ടാവാം. ഇത് മാത്രമാണോ ഒരു തിയേറ്ററിനുള്ള അല്ലെ സിനിമ ഹാളിനുള്ള ഇൻകം? അല്ല. പോപ്കോൺ സെയിൽസ് എല്ലാം പറയുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് തിയേറ്ററിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്യാൻറ്റീൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇവർ ഈ ക്യാൻറ്റീന് നടത്താൻ വേണ്ടി വേറൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന റെൻ്റൽ ഇൻകം ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഈ പിന്നെ ഇത് തിയേറ്റർ തന്നെയാണ് നടത്തുന്നതെങ്കിൽ അവർക്ക് അവിടെ നിന്ന് വരുന്ന ഇൻകം ഉണ്ടാവും. ഇത് മാത്രമല്ല, ഫിലിം തുടങ്ങുന്നതിന് മുന്നേ ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്ലേ ചെയ്യുന്നുണ്ടാവാം, ട്രെയിലേഴ്സ് പ്ലേ ചെയ്യുന്നുണ്ടാവാം. അതിൽ നിന്നൊക്കെ ഇവർക്ക് വരുമാനം കിട്ടും. അതുകൂടാതെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന മറ്റ് പരസ്യങ്ങളുണ്ടാകും. അങ്ങനെ പല രീതിയിലുള്ള ഇൻകം അവർക്ക് ലഭിക്കും. അങ്ങനെ നമുക്ക് ഇൻകം എന്നുള്ളൊരു കാറ്റഗറിയിൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ സെഗ്മെൻറ്റിൽ ഇവർ പറയാം. ഫസ്റ്റ് ഇൻകത്തിനെ പറ്റി സംസാരിക്കും. അതിനുശേഷം എക്സ്പെൻസ്, എന്തൊക്കെയാണ് ഒരു തിയേറ്ററിൽ വരുന്ന എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസിന് വരുന്ന എക്സ്പെൻസ് ഉണ്ടാവാം, അവിടെയുള്ള സ്റ്റാഫിന് കൊടുക്കുന്ന എക്സ്പെൻസ് ഉണ്ടാവാം, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്ന ഷെയർസ് ഉണ്ടാവാം, അങ്ങനെ ഉണ്ടാവും. ദെൻ ദർ വിൽ ബി അസറ്റ് സൈഡ് ആൻഡ് ലയബിലിറ്റി സൈഡ്. ആൻഡ് ബിഗിനിങ്ങിൽ നമ്മൾ പ്രിലിമിനറി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യും. അങ്ങനെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ക്ലാസ്സും ചെയ്യുന്നതായിരിക്കും. അതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള എക്സാമ്പിൾസ് പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ മേജറായിട്ട് 3 ഡിവിഷനിലാണ് നമുക്ക് CMA ഇൻ്ററിൻ്റെ ഓഡിറ്റ് എന്നുള്ള പേപ്പർ ചെയ്യാനുള്ളത്. സോ ഫസ്റ്റിൽ എന്താ പഠിക്കാനുള്ളത്? ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. സെക്കൻഡിൽ നമ്മൾ കമ്പനീസ് ആക്ട്, കോസ്റ്റ് ഓഡിറ്റ്, സെക്രട്ടറിയൽ ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പ്രാക്ടിക്കലിലേക്ക് പോകും. ആൻഡ് തേർഡിൽ ഇതുപോലുള്ള സ്പെഷ്യൽ ഓഡിറ്റ്സ്, കോർപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റൊക്കെ ഉണ്ട്. നമ്മൾ അമുലിൻ്റെ എക്സാമ്പിൾസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്ര മാത്രമേ നിങ്ങൾക്ക് CMA ഇൻ്റർ ഓഡിറ്റിൽ കോസ്റ്റിംഗ് ഉള്ളൂ. ഇറ്റ്സ് എ ഹൈ സ്കോറിംഗ് പേപ്പർ. ജസ്റ്റ് അറ്റൻഡ് ദ ക്ലാസ്, write down whatever notes I'm giving, do the mock test which is being conducted by the institute, done. You will score 40+. It's a scoring paper. And in the CUDA you have 50 marks corporate accounting that will be dealt by the accounting faculty. So just to give you an idea, എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ മേജറായിട്ട് പഠിക്കാനുള്ളത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, സിൻസ് ഇറ്റ്സ് എ ബ്രിഡ്ജ് കോഴ്സ്, ലെറ്റ്സ് സ്റ്റഡി എ ലിറ്റിൽ ബട്ട്. കുറേ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കുഞ്ഞു കാര്യങ്ങൾ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. ഡിഫൈൻ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ വൈ ഓഡിറ്റിംഗ് എന്നുള്ളൊരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, എന്തിനാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്? ഒരു ഓഡിറ്റർ ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അവിടെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനല്ല പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യലോ ടാക്സിൻ്റെ ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യലോ ഒന്നും ഓഡിറ്ററുടെ ഡ്യൂട്ടിയേ അല്ല, ഓഡിറ്റർ ചെയ്യേണ്ട കാര്യവുമല്ല. ഇതൊക്കെ ചെയ്യുന്നത് ആ സ്ഥാപനത്തിലെ മാനേജ്മെൻ്റ് ആയിരിക്കും. മാനേജ്മെൻറ്റ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും, മാനേജ്മെൻറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും, മാനേജ്മെൻറ്റ് ഇൻറ്റേർണൽ കൺട്രോൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഈ ഇൻറ്റേർണൽ കൺട്രോൾസ്, ഈ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രിപ്പയർ ചെയ്ത ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ കാൽക്കുലേറ്റ് ചെയ്ത ടാക്സ്, ഇതൊക്കെ കറക്റ്റാണോ അല്ലയോ എന്ന ഒരു ഒപ്പീനിയൻ, അഭിപ്രായം പറയുക മാത്രമാണ് ഓഡിറ്ററുടെ ജോബ്. അപ്പോൾ ഓഡിറ്ററിൻ്റെ ജോബ് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് ഗിവിങ് എൻ ഒപ്പീനിയൻ. നല്ല സുഖമല്ലേ? ഒപ്പീനിയൻ പറയാം, അത് നല്ലതാണ്, ഇത് മോശമാണ്, അങ്ങനെ ഒപ്പീനിയൻ പറയാം, ഇതാണ് പരിപാടി. പക്ഷേ അത് നല്ലതാണോ അത് മോശമാണോ എന്ന് പറയണമെങ്കിൽ നമ്മളടുത്ത് എന്ത് വേണം? നമുക്കിതെന്താണ് കാര്യങ്ങളൊക്കെ അറിയണം. അതിനുവേണ്ടി നിങ്ങൾക്ക് അക്കൗണ്ട്സിൻ്റെയും ടാക്സിൻ്റെയും ഈവൻ കോസ്റ്റിങ്ങിൻ്റെയും ഒക്കെ കുറച്ച് ബേസിക് ആയിട്ട് നോളജ് വേണം. ആൻഡ് ഹിയർ വി ആർ ഗിവിങ് ഒപ്പീനിയൻ. സോ ജസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കമ്പനി ഡയറക്ട്ലി ഗവൺമെൻറ്റിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് കമ്പനിയെ വിശ്വാസമില്ല. കാരണം ഇവർ ടാക്സ് ഇവേഷൻ നടത്താൻ വേണ്ടിയിട്ട് സെയിൽസിൻ്റെ എമൗണ്ട് റിഡ്യൂസ് ചെയ്ത് കാണിക്കാനോ അല്ലെങ്കിൽ എക്സ്പെൻസ് കൂട്ടി കാണിച്ചിട്ട് ടാക്സ് ലയബിലിറ്റി കുറക്കാനോ
അല്ലെങ്കിൽ ഇല്ലാത്ത സെയിൽസ് കാണിച്ചുകൊണ്ട് കമ്പനി വലിയൊരു കമ്പനിയാണ് എന്ന് കാണിക്കണം. സത്യം സ്കാം ഒക്കെ അതിലാണ് പറയുന്നത്. വി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് എക്സാമ്പിൾ ഇൻ ദ ക്ലാസ്. സത്യം സ്കാമിലൊക്കെ ചെയ്ത പോലെ ഫേക്ക് ജേർണൽ എൻട്രീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം ഗവൺമെന്റിന് ഡൗട്ട് ഉണ്ട്. ആരെയാ ഡൗട്ട് ഉള്ളത്? കമ്പനീനെ. അതുകൊണ്ട് തന്നെ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ അടുത്ത് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഗവൺമെന്റ് അത് സ്വീകരിക്കില്ല. പകരം അവരെന്ത് ചെയ്യും? കമ്പനീൻ്റെ അടുത്ത് പറയും, നിങ്ങൾ ഈ കണക്കുകളൊക്കെ ആർക്ക് കൊടുക്കണം? ഓഡിറ്റർക്ക് കൊടുക്കണം. ഓഡിറ്റർ ആ കണക്ക് ഓഡിറ്റ് ചെയ്തതിന് ശേഷം ആർക്ക് തന്നോട്ടെ? ഗവൺമെന്റ് തന്നോട്ടെ. ആ ഓഡിറ്റർ ആ കണക്കുകൾ കിട്ടിയതിന് ശേഷം എന്തൊക്കെ ചെയ്തിട്ടാണ് ഗവൺമെന്റിന് കൊടുക്കുന്നത്, അതാണ് നമ്മൾ ഓഡിറ്റിങ്ങിൽ പഠിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഓഡിറ്റർക്ക് ലഭിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞാൽ അൺഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ആർക്ക് പോവുക? ഗവൺമെന്റിലേക്ക് പോവുക. ഗവൺമെന്റ് വിൽ നോട്ട് അക്സെപ്റ്റ് അൺഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പം ബേസിക്കലി കമ്പനി ഡയറക്ട്ലി ഗവൺമെന്റിലേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആര് സ്വീകരിക്കില്ല? ഗവൺമെന്റ് സ്വീകരിക്കില്ല. പകരം എന്ത് പറഞ്ഞു? നിങ്ങൾ ഓഡിറ്റർക്ക് കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ ഓഡിറ്റർ എങ്ങനെ വർക്ക് ചെയ്യണം? ഹി ഷുഡ് ബി ആൻ independent auditor. He should not be dependent upon anyone. He is not a employee of the company or he is an agent of government. He acts independently. Independent എന്നുകൊണ്ട് എനിക്ക് കിട്ടിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രോപ്പർ ആണോ അല്ലയോ എന്ന ഒപ്പീനിയൻ പറയലാണ് ഓഡിറ്ററിന്റെ ജോബ് എന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡെഫിനേഷൻ പറഞ്ഞുതരാം ഓഡിറ്റിങ്ങിന്റെ. ഓഡിറ്റിംഗ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ആണ് എന്തിന്റെ? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ. ഓഫ് വാട്ട്? ഓഫ് എനി എൻറ്റിറ്റി, വെദർ പ്രോഫിറ്റ് ഓറിയന്റഡ് ഓർ നോട്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് സൈസ് ആൻഡ് ലീഗൽ ഫോം, വെൻ സച്ച് ആൻ എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ് വിത്ത് എ വ്യൂ ടു എക്സ്പ്രസിങ് ആൻ ഒപ്പീനിയൻ. അതായത് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. എന്താണ് എക്സാമിൻ ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ. എന്തിൻ്റെ? എനി എൻറ്റിറ്റി. അത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആവാം, പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലാത്തതാകാം. അതിൻ്റെ സൈസോ അതിൻ്റെ ലീഗൽ ഫോമോ ഒന്നും നോക്കാതെ, അത് വലിയ കമ്പനിയാകാം, ചെറിയ കമ്പനിയാകാം, എന്തോ ആയിക്കോട്ടെ, അല്ലെ വലിയ സ്ഥാപനമാകാം, ചെറിയ സ്ഥാപനമാകാം, അൾട്ടിമേറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും മറ്റു കാര്യങ്ങളും എക്സാമിൻ ചെയ്തതിനു ശേഷം ഒപ്പീനിയൻ പറയാന്നുള്ളതാണ് ഓഡിറ്റിങ്ങിൽ നമ്മൾ പഠിക്കുന്നത്. ഇത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു ഡെഫിനേഷൻ ആണ്. ജസ്റ്റ് ടെൽ യു 3 basic advantages. First point നോക്കിയേ, it safeguards the financial interest of persons who are not associated with management of the entity, that is shareholder, banker. ഇതൊരു ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ആണ്. അതായത് ഒരു കമ്പനിയിൽ എല്ലാ ദിവസവും വരുന്ന ആളിനറിയാലോ അവിടെ നഷ്ടമാണോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ. തൊട്ട് മുന്നേയുള്ള ആ ഹോട്ടൽ എക്സാമ്പിൾ ആലോചിച്ചേ. അവിടെ അപ്പോയിന്റ് ചെയ്ത മാനേജർക്ക് അറിയില്ലേ അവിടെ ബിസിനസ് ഒന്നും ഇല്ല, ഞാനിതൊക്കെ സെയിൽ ചെയ്തിട്ടാണ് ഇവിടെ സെയിൽസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതായത് ഒരു കമ്പനിയിൽ എല്ലാ ദിവസവും പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ദിവസവും പോകുന്ന ആള് അവിടെ ഫ്രോഡ് ഉണ്ടോ അല്ലെങ്കിൽ ബിസിനസ് കുറവാണോ ഇതൊക്കെ പ്രോപ്പറായിട്ട് അറിയും. അതേസമയം പണം ഇൻവെസ്റ്റ് മാത്രം ചെയ്തിട്ടുണ്ട് എന്നാൽ എല്ലാ ദിവസവും പോകുന്നില്ല, അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പ്രോപ്പറായിട്ടാണോ കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ എന്ത് സഹായകരമാണ്? ഓഡിറ്റിംഗ് സഹായകരമാണ്. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജിൽ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് സേഫ് ഗാർഡ്സ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് പേഴ്സൺസ് who are not associated with management of the entity, that is shareholders or bankers. Secondly, it acts as a moral check on employees committing any frauds. അതായത് ഒരു ഓഡിറ്റർ എല്ലാ ആഴ്ചയിലും വരുമെന്നും അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ വരുമെന്നും അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിന് ശേഷം വരുമെന്നും ഓൾറെഡി ഇൻഫോംഡ് ആയ ഒരു എംപ്ലോയി ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓഡിറ്റർ വരില്ലേ? ഓഡിറ്റർ വരുമ്പോൾ ഞാനീ ചെയ്ത ഫ്രോഡ് പുറത്താവില്ലേ, ഞാനിത് പിടിക്കപ്പെടില്ലേ എന്നൊക്കെ ഉള്ള ഒരു മോറൽ ചെക്കിൻ്റെ പുറത്ത് അവിടെ എന്ത് വരാതിരിക്കും? ഫ്രോഡ് വരാതിരിക്കും. ഇറ്റ് ആക്ട്സ് ആസ് എ പ്രിവെൻഷൻ. തേർഡ്ലി, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ സെറ്റിലിംഗ് ലയബിലിറ്റി ഓഫ് ടാക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗവൺമെന്റിലേക്ക് നേരെ നമ്മൾ കണക്കുകൾ കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. പകരം ഓഡിറ്റർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓഡിറ്റർ അതിൻ്റെ അപ്ലിക്കബിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം ഓഡിറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? അത് അക്സെപ്റ്റ് ചെയ്യും. സോ ടാക്സ് എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു കണ്ടക്ട് ഓഡിറ്റ്. ഫൈൻ. സോ ദീസ് ആർ ദ ഫ്യൂ അഡ്വാൻറ്റേജസ്. ആൻഡ് ഒറ്റ പോയിന്റ്, നമ്മളെ ഒരു കമ്പനി ഓഡിറ്റിൽ ഒരു ജസ്റ്റ് ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക്
ഈ ബ്രിഡ്ജ് അങ്ങോട്ട് നിർത്താം. ബ്രിഡ്ജിൽ കുറേ കാര്യങ്ങൾ പറയാം. ജസ്റ്റ് ഗിവ് യു ആൻ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഐഡിയ അബൌട്ട് ദ സബ്ജക്ട്. ഫൈൻ. സോ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ എന്ന് പറയുന്ന സെഗ്മെന്റ് അകത്ത്, ഇഫ് ആൻ ഓഡിറ്റർ ഈസ് ഇൻഡപ്റ്റഡ് ഫോർ എൻ എമൗണ്ട് ഇൻ എക്സസ് ഓഫ് ₹5 lakh, ഓഡിറ്റർ ഈസ് ഡിസ്ക്വാളിഫൈഡ്. അപ്പോൾ 5 lakh rupees കൂടുതൽ ഒരു ഓഡിറ്റർ ഒരു സ്ഥാപനത്തിന് ഓൾറെഡി കൊടുക്കണമെന്ന് വെച്ചാൽ, സപ്പോസ് എന്നെ ഒരു ഓഡിറ്ററായിട്ട് ഒരു സ്ഥാപനം അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ അവർക്കൊരു പണം ഏതെങ്കിലും രീതിയിൽ വെച്ചാൽ ഞാൻ കടം മേടിച്ചതെന്നല്ല, ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ടാകാം, ആ പ്രൊഡക്ട്സിന് മേ ബി ഒരു 1 month കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് കൊടുത്താൽ മതി എന്ന ടേംസ് ഉണ്ടെന്ന് വെച്ചോ. ബട്ട് സ്റ്റിൽ ഞാനൊരു ഇൻഡപ്റ്റഡ് ആയിട്ടുള്ള ആളല്ലേ, അപ്പം ഞാൻ എന്താണ്, ഡിസ്ക്വാളിഫൈഡ് ആണ്. സി അതുകൊണ്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ നോക്കി, അനലൈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് auditor takes goods worth 6 lakh on credit from a company which he audits. Whether disqualification is attracted even if he paid back the amount before the credit period. Suppose ഓഡിറ്റർക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് കമ്പനിക്ക് കൊടുക്കാനുള്ള ഒരാളാണെങ്കിൽ, അതായത് ഓഡിറ്റ് ചെയ്യാൻ അപ്പോയിന്റ് ചെയ്ത ഓഡിറ്റർ ഇൻഡിപെൻഡൻ്റ് ആയ ഓഡിറ്റർ ആയിരിക്കണം. അയാൾ ഏതെങ്കിലും രീതിയിൽ കമ്പനിക്ക് പണം കൊടുക്കാനുള്ള ആളൊക്കെ ആണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനോ റിപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റില്ല. കാരണം അയാൾ ഏതെങ്കിലും രീതിയിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. അതുകൊണ്ട് 141 subsection 3 subsection D subsection 2ൻ്റെ അകത്ത് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അതാണ് 5 lakh rupees കൂടുതൽ ഇൻഡപ്റ്റ്നെസ് ഉണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പറയുന്ന പ്രൊവിഷനാണ്. അതുവഴി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, 6 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അങ്ങനെയാണെങ്കിൽ അയാളെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഹി കനോട്ട് ബി അപ്പോയിൻഡ് ആസ് ഓഡിറ്റർ. ഇതുപോലെയുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ബേസിക്കലി ഇഫ് ഐ ആം ഗോയിങ് ബാക്ക് ടു ദ ഫസ്റ്റ് സ്ലൈഡ്, നമുക്ക് 3 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വാട്ട് ടു സ്റ്റഡി ഇൻ CMA അണ്ടർ ഓഡിറ്റ്. ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. അതിൽ വൗച്ചിങ് എന്താണ്, വെരിഫിക്കേഷൻ എന്താണ്, ഓഡിറ്റ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താണ് ഓഡിറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ടെക്നിക്കാലിറ്റീസ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് കമ്പനീസ് ആക്ട് എന്താണ്, അല്ലെങ്കിൽ കമ്പനി ഓഡിറ്റ് എന്താണ്, കോസ്റ്റ് ഓഡിറ്റ്, സെക്രട്ടറിയൽ ഓഡിറ്റ് എന്ന് പറയുന്ന സെഗ്മെന്റ് ഇൻക്ലൂഡിങ് ഓഡിറ്റ് റിപ്പോർട്ട്. ആൻഡ് തേർഡ്ലി സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റും, ഹോസ്പിറ്റലിൻ്റെ ഓഡിറ്റും, കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഓഡിറ്റ്, ബാങ്ക് ഓഡിറ്റ്സ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അങ്ങനെയുള്ള കമ്പനീസിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എൻറ്റിറ്റീസിൻ്റെ ഓഡിറ്റ്സ്. അങ്ങനെ 3ആയിട്ട് പറയുകയാണെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്സ്, പിന്നെ കമ്പനിയിലോ കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് സെക്രട്ടറിയൽ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട്, ആൻഡ് ലാസ്റ്റ് സ്പെഷ്യൽ ഓഡിറ്റ്. ഇങ്ങനെയുള്ള 3 യൂണിറ്റാണ് നമുക്ക് CMA ഇൻ്ററിൽ ഡീൽ ചെയ്യാനുള്ളത്. ആൻഡ് ഇതിൽ 50 marks ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഹൈ സ്കോറിംഗ്. ആൻഡ് that's it from my side. Now if you have any questions you can ask the question. Fine. So I think you got an idea about what is like, yeah, this is 50 marks, not 100 marks. CMA final you have 100 marks paper. ഇതിൻ്റെ കൂടെ വരുന്നത് അക്കൗണ്ട്സ് എന്ന് പറയുന്ന പേപ്പറാണ്. യെസ്, ഗ്രൂപ്പ് 2. യാ, ഓഡിറ്റ് കമ്പൽസറി. ഓഡിറ്റ് എല്ലാ കമ്പനിയും ചെയ്യൽ കമ്പൽസറി ആണ്. ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് കമ്പൽസറി ആണ്. അതേസമയം കോസ്റ്റ് ഓഡിറ്റിൻ്റെ അപ്ലിക്കബിലിറ്റി ചെറിയ വ്യത്യാസമുണ്ട്. ഇറ്റ് വിൽ ബി സ്റ്റഡിങ് ഇൻ ദ ക്ലാസ്. ഓക്കെ, സോ ബാലൻസ് കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിൽ നേരിട്ട് കാണാം. ആൻഡ് വൈൻഡിങ് അപ്പ് ദ സെഷൻ. താങ്ക് യു.